ഹലോ, സ്കൂളൊക്കെ തുറന്നിട്ട് ഹാപ്പിയായ? എല്ലാവരും ഹാപ്പിയാണോ? എന്താണ് പഠിക്കണത്? വരക്കണേണോ? എന്തെന്നാ വരക്കണത്? ടീച്ചറെ, റീ ഓപ്പൺ ഡേ ആയിട്ട് ടീച്ചറിന് എന്താണ് പറയാനുള്ളത്? നല്ലൊരു അക്കാഡമിക് ഇയർ ആവട്ടെ ഈ വർഷം. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല പുതിയൊരു തുടക്കമാവട്ടെ. स्वगृहे पूज्यते मूर्ख, स्वग्रामो पूज्यते प्रभु, स्वदेशो पूज्यते राजा, विद्वान सर्वत्र पूज्यते. An ignorant person is respected in his home, a leader in his village, a king is respected in his kingdom, but a learned person is respected everywhere. Atma Namaste to one and all present here. A warm good morning, respected principal, vice principal, esteemed teachers, honored guests, dear parents and my dear students. It's with great joy and anticipation I welcome each one of you to this auspicious moment of the reopening day of Vyasa Vidyalaya. This day marks the beginning of a new chapter filled with newer opportunities and growth. To commence our program, let us seek the blessings of the God Almighty first of all. For that, I invite the school choir to lead us in the prayer. Thank you, dear ones. Now to formally welcome everyone, I call upon Mr. Rajesh Kumar, PTA President, for the welcome speech. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാന്യ വ്യക്തികളെ, ഇവിടെ പുതിയതായിട്ട് എത്തിയിട്ടുള്ള വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ അവരുടെ രക്ഷകർത്താക്കൾ, മറ്റ് കുട്ടികൾ, ടീച്ചേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ഒരു അധ്യയന വർഷത്തിന് ശേഷം ആ അധ്യയന വർഷത്തിൻ്റെ പരിസമാപ്തി കുറിച്ച്, വിജയം കുറിച്ച്, തുടർന്ന് അടുത്ത ഒരു അധ്യയന വർഷത്തിലേക്കുള്ള പാഠ്യപുസ്തകങ്ങളുമായി നമ്മളിവിടെ ഇന്ന് എത്തിയിരിക്കുകയാണ്. സാധാരണ എല്ലാ സ്കൂളിലും ആഘോഷിക്കുന്നത് പോലെ അല്ലെങ്കിൽ ആചരിക്കുന്നത് പോലെ പ്രവേശനോത്സവം എന്നുള്ളൊരു പേരിലാണ് ഇന്നിപ്പോൾ നമ്മുടെ എല്ലാ സ്കൂളുകളും മധ്യവേനൽ അവധി കഴിഞ്ഞ് തുറക്കുന്ന സമയത്ത് പറയപ്പെടുന്നത്. നമ്മുടെ ഈ സ്കൂളിലും ഈ വർഷം പുതിയതായിട്ട് വന്നിട്ടുള്ള ഏതെങ്കിലും കുട്ടികൾ ഇരിക്കുന്നുണ്ട്? അതിനകത്ത് നമ്മൾ വിളിച്ചിട്ടില്ല അവരെ. KG ക്ലാസ്സിലെ വേറൊരു ദിവസമാണ് വിളിച്ചിരിക്കുന്നത്. അല്ലാതെ പുതിയതായിട്ട് മറ്റ് ക്ലാസ്സിലേക്ക് അഡ്മിഷൻ വന്നിട്ടുള്ള കുട്ടികൾ ഉണ്ടോ? ഞാൻ ചോദിച്ചെന്ന് എളുപ്പം. ബാക്കി ചില ക്ലാസ്സിലെ കുട്ടികളെ മാത്രമാണ് ഇപ്പോൾ ഇവിടെ വിളിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള ക്ലാസ്സിലെ കുട്ടികൾ അവിടെ ക്ലാസ് റൂമുകളിലുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ പുതുമയുള്ള, ആകാംക്ഷയോട് കൂടിയിട്ട് എത്തിയിരിക്കുകയാണ്, അല്ലേ? എല്ലാ കുട്ടികളും, അല്ലേ?
നമ്മുടെ പാഠപുസ്തകങ്ങളൊക്കെ കിട്ടിയത് തുറന്നു നോക്കി എല്ലാവരും? തുറന്നു നോക്കിയാൽ എത്ര പേരുണ്ട്? 2, 3, 4 അത്രേ ഉള്ളൂ. ബാക്കിയുള്ള പുറകിലിരിക്കുന്നവരാണ് തുറന്നു നോക്കിയില്ലേ? വാങ്ങിച്ചു, കവർ ചെയ്തു, സ്കൂളിൽ വരുമ്പോ ടീച്ചർ പറയുമ്പോ നോക്കാന്നാണോ? എല്ലാവരും നോക്കിയിട്ടുണ്ട് അല്ലേ? നോക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. നോക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതുവരെ കിട്ടിയ പുസ്തകങ്ങൾ തുറന്നു നോക്കിയിട്ടില്ല? 2 പേര് 3 പേരുണ്ട്. നമ്മുടെ പാഠപുസ്തകങ്ങൾ തുറന്ന് നമ്മൾ ക്ലാസ്സിൽ പഠനം ആരംഭിക്കുകയാണ് അല്ലേ? ഈ പഠനം ആരംഭിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ ദിവസങ്ങളിലും ചിലപ്പോൾ എത്താൻ പറ്റാറില്ല അല്ലേ? ചില ദിവസങ്ങളിലും മുടങ്ങാറുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മുടങ്ങുന്ന ദിവസം തൊട്ട് അടുത്തിരിക്കുന്ന കുട്ടിയുടെ വീട്ടിലേക്ക് നമ്മൾ ഇപ്പോഴത്തെ എളുപ്പ വഴിയിൽ ഫോൺ ചെയ്യും, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് വിടും. എന്താ വിടുക? ഇന്ന് എടുത്ത ആ നോട്ട്സ് എനിക്കൊന്ന് സെൻഡ് ചെയ്ത് തരാം അല്ലേ? ഇപ്പൊ പ്രിൻസിപ്പൾ എന്ന നിലയിൽ CMFRAയിൽ മാഡം വർക്ക് ചെയ്യാണ്. മാഡത്തെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. ഡോക്ടർ T. വിനയകുമാർ ഒരുപാട് സോഷ്യൽ വർക്കുകളിൽ എറണാകുളത്ത് സാമൂഹ്യ സേവന പ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു ബഹുമുഖ വ്യക്തി കൂടിയാണ് വിനയൻ ചേട്ടൻ. വിനയൻ ചേട്ടൻ ഈ സ്കൂളിൻ്റെ ട്രസ്റ്റിൻ്റെ വൈസ് ചെയർമാൻ കൂടിയാണ്. വിനയൻ ചേട്ടനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ മാഡത്തിന് ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. നമ്മുടെ അക്കാഡമിക് ഡയറക്ടർ ഗീതാ കർത്ത മാഡമാണ്. മാഡത്തിന് ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ആശംസിക്കുന്നു. ടീച്ചറെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ആശംസിക്കുന്നു. Chief guest, principal, vice principal and other dignitaries on the dais to light the ceremonial lamp. आरोग्यं सुखसंपदा द्वेषबुद्धिविनाशया आत्मज्योत नमोस्तुते आत्मज्योतिप्रदीप्ताय गुरुज्योत नमोस्तुते. Thank you, dignitaries, for lighting the lamp of knowledge. Every special occasion is graced by the presence of a distinguished guest. I call upon our staff secretary, Shalini teacher, to introduce our chief guest. A warm good morning to one and all present here. Respected dignitaries on the dais, dear parents and my dear children. We all are so happy to see you back. Did all enjoy your holidays? How are you all? Fine. Hope you all enjoy your summer holidays. So I am here to introduce our today's chief guest, Imelda ma'am. Thank you, Shalini ma'am. It's my privilege to invite a visionary leader whose style is
dedication and profound wisdom have been the cornerstone for our institution's success. To address next, I invite Dr. Krishnamurthy Sir, the Chairman of Vyasa Charitable Trust, to deliver the presidential address. PTA അധ്യക്ഷൻ ശ്രീ രാജേഷ്, ശിവാന്റെ ടീച്ചർ, എസ് ടീച്ചർ, ഗീത മാഡം, ഏവർക്കും നമസ്കാരം. വളരെ അധികം സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം സ്കൂൾ തുറക്കുക എന്നുള്ളതിൽ ഉപരിയായിട്ട് ഇവിടെ കഴിഞ്ഞ വർഷത്തെ ഉദ്ദേശിക്കുന്നത് 2003-2004 അതിൻ്റെ ബോർഡ് പരീക്ഷയിൽ 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും കുട്ടികൾ വളരെ മികച്ച നിലയിൽ പാസ്സായി എന്നുള്ളത് അത് സ്കൂളിൽ വളരെയധികം അഭിമാനിക്കാവുന്നതാണ്. 100% വിജയം എന്നുള്ളത്. ഇതിൻ്റെ പിറകിൽ കഠിനാധ്വാനം ചെയ്തിട്ടുള്ള പ്രിൻസിപ്പൽ ജയലക്ഷ്മി മാഡം, അധ്യാപകർ, അതിനൊപ്പം ഓഫീസര് 2 പേരുണ്ട്. ഇതുകൂടാതെ ബസ് സമയത്ത് ഇവിടെ എത്തിക്കുകയും കുട്ടികളെ എത്തിക്കുകയും തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന ആ സഹോദരന്മാർ, കൂടാതെ ഇവിടെ മറ്റ് പല കാര്യങ്ങളിലും പ്രവർത്തിക്കുന്ന ഇവരെ എല്ലാം ശ്രമങ്ങൾ ഇതിനകത്തുണ്ട്. അധ്യാപകരുടെ ശ്രമം വളരെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ്. പ്രിൻസിപ്പൽ ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് എന്തെങ്കിലും പുതിയ ആശയം കൊണ്ടുവന്ന് വളരെ വേഗമായിരിക്കാം ഒരു പുതുമയുള്ള എന്തെങ്കിലും പരിപാടി ആരെങ്കിലും കൊണ്ടുവന്ന് അവതരിപ്പിക്കാം. ഇങ്ങനെ നമ്മുടെ കഴിഞ്ഞ അധ്യയന വർഷം വളരെ മികവിട്ടത്. ഇതിൻ്റെ എല്ലാം കൂടെ തുകയാണ് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ പാസ്സായി പോയത്. ഇവിടെ ഏത് വിഷയമാണെങ്കിലും നമ്മുടെ സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ അത് ഹൃദയസ്ഥമാക്കുക എന്ന് പറയുക, കാണാൻ പഠിക്കുകയല്ല. Thank you, sir, for your inspiring words. We are honored to have our chief guest, Dr. Imelda Joseph, Principal Scientist, CMFRI, with us today. With immense pleasure and gratitude, I call upon ma'am to share your thoughts and insights. നമ്മൾ പഠിക്കുന്ന വിഷയങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നു, മലയാളം പഠിക്കുന്നു, ഹിന്ദി പഠിക്കുന്നു, സയൻസ്, മാത്തമാറ്റിക്സ്, സോഷ്യൽ സ്റ്റഡീസ്, ഇതൊക്കെ നമ്മൾ ആദ്യം മുതലേ പഠിച്ചു പോവുകയാണ്. പക്ഷേ ധാർമ്മികതയും സാമൂഹിക പ്രതിബദ്ധതയും ഒക്കെ അഭ്യസിക്കേണ്ടത് വിദ്യാലയങ്ങളിൽ തന്നെയാണ്. അതായത് നമ്മുടെ ഈ ബൗദ്ധികമായ ഉയർച്ചയ്ക്കൊപ്പം തന്നെ ഈ എല്ലാം ഒത്തുകൂടിയാൽ മാത്രമേ നമ്മൾ എഡ്യൂക്കേറ്റഡ് എന്ന് പറയാൻ പറ്റൂ. നമ്മളിപ്പോൾ സമൂഹത്തിൽ കാണുന്ന എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്. നമുക്ക് ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, പക്ഷേ അവരെത്രമാത്രം റിയലായിട്ട് ആ കൾച്ചറും ആ സ്റ്റാൻഡേർഡും ഒക്കെ ഉണ്ടായിട്ട് ബിഹേവ് ചെയ്യുന്നവർ. അതുകൊണ്ട് തന്നെയാണ് നമുക്കത് കിട്ടേണ്ടത് വിദ്യാലയങ്ങളിൽ നിന്നാണ്. മാതാപിതാക്കൾ നൽകുന്ന മാതൃകയും ജീവിത പാഠങ്ങളും ഒക്കെ അതിൻ്റെ ഭാഗം തന്നെയാണ്. എങ്കിലും വിദ്യാലയങ്ങൾ കുട്ടികൾക്ക് എന്നും പാഠശാല തന്നെയാണ്. കുട്ടികളുടെ സ്വഭാവ രൂപീകരണം, സൗഹൃദങ്ങൾ, സഹജീവികളോടുള്ള സമീപനം, അനുകമ്പ, സ്നേഹം, കൂട്ടായ്മ എല്ലാം സംഭവിക്കുന്നത് വിദ്യാലയ അന്തരീക്ഷത്തിലാണ്. വർഷങ്ങളേറെ കഴിഞ്ഞാലും നമ്മൾ ആദ്യ പാഠം പഠിച്ച വിദ്യാലയം ഗൃഹാതുരത്വം ഉണർത്തുന്ന നല്ല ഓർമ്മയാവുന്നതും അതുകൊണ്ട് തന്നെയാണ്. നമ്മുടെ ആദ്യത്തെ സുഹൃത്തുക്കൾ, നമ്മൾ ആദ്യം കണ്ട കൂട്ടായ്മ, ഗ്രൂപ്പ്, അതെല്ലാം നമുക്കൊരു ഒരു ഉത്തേജനം തന്നെയാണ് നമ്മുടെ പിന്നീടുള്ള ജീവിതത്തിലേക്ക്. നമ്മുടെ വിജയങ്ങൾക്കും ഒരുപക്ഷെ എല്ലാ പരാജയങ്ങൾക്കും അടിത്തറയിടുന്നതും വിദ്യാലയങ്ങളിൽ നിന്ന് തന്നെ. പരാജയം എന്ന് പറയുന്നത് പരീക്ഷകളിലുള്ള പരാജയമല്ല. നമ്മുടെ ജീവിതത്തിൽ പലരും പരാജയപ്പെട്ടു പോകാറുണ്ട്. ധാരാളം പേര് ജീവിതം മടുക്കുന്നു, ചിലർ ആത്മഹത്യ ചെയ്യുന്നു, ചിലർ നിരാശരാകുന്നു, ചിലർ ഓടിപ്പോകുന്നു. ഇതൊക്കെ നമുക്ക് സംഭവിക്കുന്നത് നമ്മളിലുള്ള ആ മൂല്യച്യുതി, അത് സംഭവിക്കുന്നത് വിദ്യാലയങ്ങളിൽ നിന്ന് തന്നെയാണ്. പക്ഷെ നമ്മൾ ഇവിടെ അഭ്യസിക്കേണ്ടത് എന്താണ്? വിദ്യ എന്ന് പറയുന്ന ബൗദ്ധികമായ ആ ഉന്നമനം മാത്രമല്ല, എല്ലാം നമ്മൾ അഭ്യസിക്കുന്ന വിദ്യാലയത്തിൽ നിന്നാണ്. ഇന്ന് ഈ പ്രവേശനോത്സവം മിക്കവാറും കുട്ടികൾ ഒരുപക്ഷെ മറന്നുപോയിട്ടുണ്ടോ? എന്നാൽ എനിക്ക് ഉറപ്പാണ് കുറച്ച് കുട്ടികളെങ്കിലും ഈ ദിവസം ഒരിക്കലും മറക്കില്ല.
ma'am, for your enlightening speech. I invite Prabhulla Chandran sir to introduce Imelda ma'am's book, Sankalpa Malika. കേരളത്തിൻ്റെ കാര്യം എന്നെ സംബന്ധിച്ച ഒരു അറിവ് കുട്ടികളിൽ എത്തണമെന്നുള്ള രീതിയിൽ ബാലകവിതാമൃതം എന്നുള്ള രീതിയിലൊരു പുസ്തകം മാഡം എഴുതിയിട്ടുണ്ട്. കേരള സാഹിത്യവേദി പുറത്തിറക്കിയ പുസ്തകമാണ്. ആ 2 പുസ്തകവും ഇന്ന് വ്യാസവിദ്യാലയത്തിൻ്റെ ലൈബ്രറിയിലേക്ക് മാഡം സംഭാവന ചെയ്യുന്നുണ്ടാവും. പുസ്തകത്തിൻ്റെ മാഡത്തിൻ്റെ കഥയെക്കുറിച്ചൊക്കെ പറയാൻ മാത്രമുള്ള വലിപ്പം എനിക്കില്ല. ഏതായാലും ഇന്ന് ഈ പരിപാടിയിലൂടെ മാഡം പങ്കെടുക്കാൻ കാണിച്ച സൗമനസ്യത്തിന് നന്ദി കൂടി രേഖപ്പെടുത്തും. We now proceed to the inauguration of the Education Empowerment Program. I invite Dr. Vinay Kumar sir, Executive Committee Member of Vyasa Charitable Trust, to inaugurate the program. Dignitaries, one and of the dais, teachers, parents, and my dear students. First of all, let me welcome back our students to school. The start of a new school year is a beginning, a chance to leave behind the past and welcome the opportunity to challenge oneself, learn new things and create lasting memories. As you come together once again within these 4 walls of learning, remember that each lesson, each interaction and each experience contribute to your personal and intellectual growth. Nelson Mandela, while emphasizing on the importance of education, once said, "Education is the most powerful weapon which you can use to change the world." Definitely, education gives us the power and capacity to challenge our surroundings and our societies. The norms, we can challenge the norms, we can break the barriers and effect positive change in our societies. When you cruise through the opportunities and challenges of the academic year ahead, get inspired by the words of Maya Angelou, a famous American poet and civil rights advisor, activist, who secured 50 honorary degrees in her lifetime. 50, not 1 or 2. She said, "When you learn, teach, and when you get, give." She very clearly indicates the cyclical nature of learning and the importance of sharing knowledge and experiences with others. Embrace the spirit of collaboration, empathy, and generosity as you support one another in your educational journey. In the pursuit of knowledge, it is very important to adopt a growth and positive mindset. As indicated by famous psychologist Carol Dweck, she emphasized the power of believing in our ability and to learn and grow, regardless of setbacks or obstacles. Approach each day with curiosity, resilience, and a willingness to embrace challenges as opportunities for growth and learning. Aristotle, the greatest philosopher, once made a remark that education is the best provision for old age. Like our Amanda ma'am clearly mentioned, and sir mentioned, learning is an unending process. You must keep on learning. The age is not a criteria for it. I always used to tell, I took my PhD at the age of 60. So I was learning throughout my life. I started my career with a BCom. I took an MBA in marketing, and after that I took an MPhil, and I took a PhD. After completing the PhD, I thought, what is next? Then I started writing books. I already published 2 books, and I am in the verge of publishing the 3rd one. So you can engage yourself in so many ways. Age or the other things are not the main concern.
Amanda teacher, Amanda madam very clearly illustrated her life. That was a very inspiring one. She is a real role model, I must say. So you should all become scientists. I'm not telling that. You should all become experts, or rather big people in your life, and become role models of Vyasa Vidyalaya. Our school is progressing under the able leadership of Rajlakshmi ma'am, our principal, and the staff, the entire teaching staff. And I am sure that within no time we will be getting a first rank in our CBSE. I am hoping and praying for that. With these few words, I would like to, with your permission, inaugurate the Student Empowerment Program. Thank you. Thank you. Thank you, sir. As Vinay Kumar sir said, education is indeed the most powerful weapon, or rather the tool that opens door to endless opportunities and possibilities. And as stakeholders, it is our duty and responsibility to ensure that every student cracks the opportunity to succeed. So today we are here to provide certain educational supplies to the students. I would like to call upon the names of the students to receive the same from the guests. The beneficiaries are Amelia Shibil, Chinmayi, Abhimanyu Menon, Marina, Vikneshwar P. Sajeev, Ashwath, Arinanda. Thank you, Vinay Kumar sir, for inaugurating this important initiative. Thank you, Rajlakshmi ma'am.